പിന്നെ ഇവിടെ ഇപ്പോൾ നോക്കൂ, പോലീസ് 5 ലക്ഷം രൂപയ്ക്ക് ഒത്തുതീർപ്പുണ്ടാക്കുന്നു, പോലീസ് പണം വാങ്ങിയോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ നോക്കൂ, നമ്മൾ കുന്നംകുളത്തും ഇത് കണ്ടു. കുന്നംകുളത്ത് 20 ലക്ഷം രൂപ സുജിത്തിന് വാഗ്ദാനം ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഈ പറഞ്ഞ ഷേഡി ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം, മധ്യസ്ഥം, ഇടനില, ഇങ്ങനെ പല കാര്യങ്ങൾ, അതിനെയൊക്കെ ഒരു തരത്തിൽ നിലനിർത്താൻ വേണ്ടി കയ്യൂക്ക്, ഇടി, പോലീസ് സ്റ്റേഷനിലുള്ള ഭീഷണി, ഇതൊരു സമാന്തര സിൻഡിക്കേറ്റായി വളരുന്നു എന്നതിൻ്റെ അപായകരമായ സൂചന കാണണമല്ലോ. അതെ അഭിലാഷ്, ഞാൻ നമ്മൾ സിനിമാ ഡയലോഗ് പറയുമ്പോൾ ഇത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പോലീസുകാരൊക്കെ ഇപ്പോൾ കച്ചവടമാണ് നടത്തി വരുന്നതെന്ന് ഇവരുടെ രണ്ടുപേരുടെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ഹോട്ടലിലുണ്ടായ അടിയുമായി ബന്ധപ്പെട്ടൊരു പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇടപെട്ട് എങ്ങനെയാണ് അത് ഒത്തുതീർപ്പാക്കുന്നതും അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നതും ആ പണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച തർക്കമൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമായത്. എന്നിരുന്നാലും ആ സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: പണ കൈമാറ്റം നടന്നിട്ടുണ്ട്. ആ കൈമാറ്റം പോലീസിന് അറിയാവുന്നതാണ്. പോലീസിന് അതിലത്തെ ഒരു വിഹിതമുണ്ട്. ഇത്രയും കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ കേസെടുത്ത് നിയമപരമായി നടപടിയെടുക്കേണ്ട പോലീസ് രണ്ട് വ്യക്തികളുടെ ക്രിമിനൽ കേസിൻ്റെ പുറത്ത് സ്വയം എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. നമ്മൾ കാണുന്ന കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിലെ നന്മമരങ്ങളായ പോലീസുകാരൊന്നും അല്ല കേരളത്തിലെ പോലീസുകാർ. കേരളത്തിലെ പോലീസുകാർ മുഴുവൻ അവർ ക്രിമിനൽ വൽക്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എങ്ങനെയും പണം സമ്പാദിക്കാം എന്നുള്ളതാണ് അവരുടെ മോട്ടീവായിട്ട് തന്നെ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ ഒരു DYSP ഒരു ചൂതാട്ട കേന്ദ്രത്തിലിരുന്ന് ചൂത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു SI പോയി അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ പോലീസിൻ്റെ അവസ്ഥ എന്താണ്? ഇതിനൊക്കെ പ്രശ്നം എന്താണ് അഭിലാഷ്? ഇത് നിയന്ത്രിക്കാൻ ആരുമില്ല. ഇപ്പോൾ ശ്രീ M ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞു, 2018 അദ്ദേഹത്തിൻ്റെ ചർച്ച കൊണ്ടോ അല്ലാതെയോ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ മുഴുവൻ ശ്രീ പിണറായി വിജയന്റെ സർക്കുലർ എത്തി. എന്താണ്? പൊതുപ്രവർത്തകരൊക്കെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ മാന്യമായി പെരുമാറണം. ഇവിടെ ശ്രീ നേമം ഷജീർ പറഞ്ഞത് അതിനുശേഷമുണ്ടായ സംഭവത്തെക്കുറിച്ചാണ്. ഇവിടെ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവവികാസവും അതിനുശേഷമുണ്ടായതാണ്. ശ്രീ സുജിത്തിന്റെ സംഭവവികാസം നടക്കുന്നത് അതിനുശേഷമുണ്ടായതാണ്. അതുമാത്രമല്ല, വരാപ്പുഴയിൽ ഉൾപ്പെടെ നടന്ന സംഭവവികാസം 2018 അതിനുശേഷമുണ്ടായ എത്രയോ കസ്റ്റഡി, നെടുങ്കണ്ടത്തെ വിഷയം അതിനുശേഷമുണ്ടായതാണ്. 2016 2024 ഇടയ്ക്ക് 16 കസ്റ്റോഡിയൽ ഡെത്താണ് കേരളത്തിൽ നടന്നത്. കേരളത്തിലെ സർവകാല റെക്കോർഡാണ് 16 കസ്റ്റോഡിയൽ ഡെത്ത്. എന്നിട്ട് പോലും കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് അതിനകത്തൊന്ന് ഒരു വാക്കുകൊണ്ട് ഇത്രയും സംഭവം ഉണ്ടായല്ലോ. 2 CCTV ദൃശ്യം. ചരിത്രത്തിൽ ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷന്റെ അകത്ത് പോലീസുകാർ മർദ്ദിക്കുന്ന CCTV ദൃശ്യം വന്നിട്ട് പണ്ട് നിയമസഭയിൽ വലിയ വായിൽ സംസാരിച്ച, എന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗം? ഞാൻ കഴിഞ്ഞ ദിവസം ആ പ്രസംഗം ഒന്നുകൂടി കേട്ടു. എന്താണ് പ്രസംഗത്തിന്റെ എഴുത്ത് ഞാൻ പരിശോധിച്ചു. അദ്ദേഹം പറയുന്നത് ഏത് രാഷ്ട്രീയമാണെങ്കിലും അവർക്ക് വിയോജിപ്പുകൾ രേഖപ്പെടുത്താം. ആ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുമ്പോൾ പോലീസ് സ്റ്റേഷനകത്ത് ചെല്ലുമ്പോൾ മാന്യമായിട്ട് പെരുമാറാൻ സാധിക്കണം. നിങ്ങൾ എന്ത് രാഷ്ട്രീയമാണ് സാർ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്? ഈ രാഷ്ട്രീയം ഭൂഷണമാണോ എന്നൊക്കെ വലിയ വായിൽ പ്രസംഗിച്ച അതേ പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനായിട്ട് ചെന്നാൽ അഭിലാഷ്, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ഞാൻ അവസാനിപ്പിക്കുക. ഒരു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അകത്തേട്ട് ചെന്നപ്പോഴാണ്, ഒരു പൂജാരിയായ വ്യക്തി അകത്തേട്ട് ചെന്നപ്പോഴാണ് ആ ഇടി കൊള്ളുന്നത്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് കിട്ടിയ അടിയുടെ കാര്യമാണ് ഷജീർ പറഞ്ഞത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ, കേരളത്തിലൊരു സാധാരണക്കാരൻ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ചെന്നാൽ അവസ്ഥ എന്താണ് അഭിലാഷേ? അവനൊരു അടി കൊണ്ടാൽ അത് കൊണ്ട് തൂത്ത് നടക്കുക എന്നുള്ളതല്ലാതെ അവന് വേറെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇതിപ്പോൾ ഇത്രയും വലിയ നിയമ പോരാട്ടം പാർട്ടി നടത്തിയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബഹുജന സംഘടനകൾ നടത്തിയതുകൊണ്ടല്ലേ ഇത് പുറത്തു വരുന്നത്? ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷന്റെ അകത്ത് ചെല്ലുമ്പോൾ അവൻ നേരിടുന്ന ദുരിതം എന്താണ്? അവനൊരു അടി കിട്ടിയാൽ അവൻ കെട്ടിത്തൂങ്ങി ചാവുക എന്നുള്ളതല്ലാതെ വേറെ എന്ത് പോംവഴിയുള്ള? ഇതുപോലെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് തെളിയിച്ച മറ്റൊരു കാലഘട്ടം ഉണ്ടായി.